ഇന്ന് കാണാൻ പോകുന്നതല്ലേ നമ്മൾ അച്ചാറിന്റെ കുറച്ചു ലാബിലിംഗ് ചെയ്യുന്ന ഷോർട്സ് ആണ്. വീക്കിലി ചിലപ്പോ 2-3 ബാച്ചല്ലോ ഫ്രഷ് സ്റ്റോക്ക് വരാറുണ്ട്. അച്ചാർ ഇഷ്ടമില്ലാത്തല്ലേ അങ്ങനെ കുറെ ആൾക്കാർ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ എന്ത് കിട്ടിയെങ്കിലും അച്ചാർ ഇടുന്ന ആൾക്കാരും അച്ചാർ ടേസ്റ്റ് ആക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. ബീഫ് മുതൽ മീൻ മുതൽ അച്ചാറാക്കാത്ത ഒരു സാധനം ബാക്കിയില്ല. നമ്മൾ ചിലപ്പോ അല്ലേ പുരയിൽ ഉണ്ടാക്കുന്ന അച്ചാറ് ചിലപ്പോ 1 മാസം ആകുമ്പോൾ ഒന്നെങ്കിൽ അത് പൂപ്പൽ പിടിക്കാൻ തുടങ്ങും, അത് കേടുവരാൻ തുടങ്ങും. നമ്മളെ അച്ചാറ് അല്ലേ യൂസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലെല്ലാം വെക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 2 മാസമല്ലോ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്ന കുപ്പി അച്ചാറുകള് 1 കൊല്ലം 2 കൊല്ലമല്ലോ എടുക്കാവാത്ത നിൽക്കുന്നത് എങ്ങനെയെന്ന് എനിക്കും അറിയുന്നില്ല. യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്പയറി ഡേറ്റ് 1 മാസമാണ് ഇടല്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ മാങ്ങാന്റെ 2 തരം അച്ചാറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചമുളകും പച്ച മസാലയില് മിക്സ് ആയിട്ടുള്ള മാങ്ങാവും പിന്നെ നമ്മളെ നോർമല് ചുവന്ന മുളകിൽ ഇട്ടതുമാണ്. നമ്മൾ അച്ചാറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതല്ലേ അത് കുറച്ചു എരിവും കുറച്ചു മധുരമെല്ലാം മിക്സ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പാണ്. അപ്പൊ അല്ലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ നമ്മളെ അച്ചാർ ട്രൈ ആക്കിയിട്ടുണ്ട്, നല്ല ഫീഡ്ബാക്ക് എല്ലാം അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾ എൻക്വയറി ആക്കിയാലേ ചെറു നാരങ്ങവും ബീട്രൂട്ടും കൂടി ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അച്ചാർ മാത്രം നല്ലതെന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല. പക്ഷേ കാസർഗോഡത്തല്ലേ ഏറ്റവും നല്ല കുറച്ച് അച്ചാറുകളിൽ നമ്മ ഉണ്ടാവും.